GST രജിസ്ട്രേഷന് വിത്തിൻ മണിക്കൂറുകൾ കൊണ്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. കാരണം ഞങ്ങൾ വിശ്വസിക്കുക. കാരണം നോർമലി നമുക്കിപ്പം 7 മുതൽ 21 ദിവസത്തിന്റെ പ്രോസസ്സായിരുന്നത് വിത്തിൻ അവേഴ്സിനുള്ളിലാണ് നമുക്ക് GST രജിസ്ട്രേഷൻ കിട്ടുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ നവംബർ 1 മുതൽ വന്നിട്ടുള്ള റൂൾ 14A എന്ന് പറഞ്ഞിട്ടുള്ള റൂൾ പ്രകാരം നമ്മൾ GSTക്ക് അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ വിത്തിൻ അവേഴ്സ്, അതായത് 3 ദിവസം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് ഒരുപാട് GST രജിസ്ട്രേഷൻ നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ 18 ദിവസത്തിനുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇങ്ങനെ രജിസ്ട്രേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമാണ് പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക്. പലർക്കും ഇത് GST രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സൈറ്റ് വിസിറ്റ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ചൊറകൾ ഉണ്ടാവും. വലിയ വന്ന് രേഖ അടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്. എന്നാൽ ഇനി മുതൽ റൂൾ 14A അണ്ടറിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റ് വിസിറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് GST അപ്രൂവൽ കിട്ടും. അതിന് പുറമെ ഇതിനെന്താ വെച്ചാൽ നിബന്ധന വെച്ചാൽ നമ്മളെ B2B സെയിൽ ഉണ്ടല്ലോ, 2.5 ലക്ഷത്തിന് മുകളിൽ നമ്മൾ ടാക്സ് അടക്കാണ്ടാവരുത്. B2B സെയിലിൽ 2 ലക്ഷത്തിന് മുകൾക്ക് ടാക്സ് അടക്കാണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, റൂൾ 14A എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ B2C സെയിലിൽ അൺലിമിറ്റഡ് ആണ്, നിങ്ങളിപ്പോൾ എത്ര ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷെ B2Bയിൽ 2.5 ലക്ഷം രൂപേൻ്റെ മുകളിലേക്ക് ടാക്സ് അടക്കാണ്ടാവില്ല. ഇത് മാത്രമേ ഇതിലൊരു നിബന്ധനയുള്ളൂ. പിന്നെ എന്ത് വേണം, നമ്മളെ ആധാറും ഫോൺ നമ്പറും ലിങ്ക്ഡ് ആയിരിക്കണം. ആധാറും പാനും ലിങ്ക് ആവണം നിർബന്ധമാണ്. പിന്നെ ആധാറും ഫോണും എന്തായിരിക്കണം, ലിങ്ക്ഡ് ആയിരിക്കണം. ഈ KYC അപ്ഡേറ്റ് ആയിരിക്കണം എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, GST രജിസ്ട്രേഷൻ വിത്തിൻ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. 3 ദിവസം എന്നാണ് അവർ പറയല്, പക്ഷേ നമുക്ക് വിത്തിൻ അവേഴ്സിൻ്റെ ഉള്ളിൽ കിട്ടിയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞോളൂ.